Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. So, terminology റിസോഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. മിസ് എത്രത്തോളം വായിച്ചായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മള് 75 പറയേണ്ടത് അല്ലേ? പേജ് നമ്പർ ഒന്ന് പറയാവോ? നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, കാരണം എന്റെ പേജസ് വ്യത്യസ്തമായിരിക്കും. ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അബ്രിവേഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തായാലും നോട്ട് ചെയ്യാം. ഇപ്പോ എന്താണ് 75 എന്ന് പറയുന്നത്? ഡോസ് DOS അല്ലെ? ഡെഡ് കോൺസെന്റ്. അതില് പ്രധാനമായിട്ട് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് DOS അല്ലെ, ഡോസ് എന്നുള്ള രീതിയിൽ അവിടെ രേഖപ്പെടുത്തുന്നത്. DPT എന്ന് പറയുമ്പോൾ നമുക്കറിയാം, DPT കുത്തിവെപ്പൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അല്ലെ? കുട്ടികൾക്ക് ആണെങ്കിലും നമുക്കറിയാം ആ ഒരു അല്ലെ, ഡോക്ടേഴ്സിന് ആ വൈറസ് വാക്സിൻസിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണത്, വാക്സിൻ ആണ്. ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ് ടോക്സൈഡ് അല്ലെ, ടെറ്റനസ് ടോക്സൈഡ്. ഫുള്ളും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ചിലത് മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, കാരണം നമുക്കറിയാം ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു മിനിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുള്ളൂ അല്ലെ, ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെർമിനോളജി എന്ന ചാപ്റ്ററിൽ നിന്നും ഒരു മിനിമേ വരുള്ളൂ. അപ്പൊ എല്ലാവരും നിങ്ങൾ കണ്ട് പഠിക്കേണ്ട ആവശ്യകതയൊന്നും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ, DSD എന്ന് പറയുമ്പോൾ ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിങ്. ഓക്കെ, ഉണങ്ങി അണുവിമുക്തമാക്കിയിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അബ്രിവേഷൻ കൊടുക്കുന്നത്, DSD. ഓക്കെ, DTAP. അവിടെ DTAP എന്നാണ്. അതിൽ നോക്കാം, അതിന്റെ ചെറിയ സ്മോൾ ലെറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണത്. ഡിപ്തീരിയ, ടെറ്റനസ് ടോക്സൈഡ്സ് ആൻഡ് എക്സിലറൽ പെർട്ടുസിസ് വാക്സിൻ അല്ലെ. അവിടെ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അതായത് കഫൊക്കെ വരുമ്പോഴൊക്കെ ഉള്ള വാക്സിൻ ആണ് അതും. അപ്പൊ അതിന് ഒരു വാക്സിന്റെ ചെറിയ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DTAP. DTPയിലും നമ്മൾ കണ്ടിരുന്നു ഡിഫ്തീരിയ, പെർട്ടുസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. DTP. അപ്പൊ നമുക്കറിയാം വാക്സിനുകളൊക്കെ ഒന്ന് മാറിപ്പോവാതെ തന്നെ ഇരിക്കണം അല്ലെ. ഇവിടെ DPT നമ്മൾ കണ്ടു, ഇനിയിപ്പോ DTP ആണ്. അതായത് പ്രത്യേകത ബാക്ടീരിയ, ടെറ്റനസ് ടോക്സൈഡ് ആൻഡ് പെർട്ടുസിസ് വാക്സിൻ. അപ്പൊ ആ വാക്സിന്റെ ഒരു ഷോർട്ട് ടൈം ആണ് DTP എന്ന് പറയുന്നത്. DTS. ഓക്കെ, DTS എന്ന് പറയുമ്പോൾ ഡെലിവറിയം ട്രമൻസ് ആണ്. അതായത് വിറയല് പോലെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. ഇപ്പൊ മദ്യപാനൊക്കെ ഉള്ള അല്ലെ, അതിൽ നിന്നൊക്കെ വിമുക്തമാകുന്ന വ്യക്തികൾക്കൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഷോർട്ട് ഫോം ആണ് DTS എന്ന് പറയുന്നത്. ഡെലിവറിയം ട്രിമൻസ് അല്ലെ, ട്രിമൻസ് എന്നുള്ളത്. എന്താണ് DVT? ഇമ്പോർട്ടന്റ് ഞാൻ രേഖപ്പെടുത്താം. ഇപ്പൊ ഈ പേജിൽ 3-5 ഉള്ളൂ, അതെന്തായാലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. DVT എന്ന് പറയുന്നത് ഡീപ്പ് വീനസ് ട്രോംബോസിസ്. ഡീപ്പ് വീനസ് ട്രോംബോസിസ്, അതായത് വെയിനില് ബ്ലഡ് ക്ലോട്ട് ആകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ അബ്രിവേഷൻ ആണത് DVT എന്ന് പറയുന്നത്. D5W, ഡെക്സ്ട്രോസ് 5% in water അല്ലേ. മാർക്ക് ചെയ്യേണ്ടത് 83 നമ്മൾ നോക്കാനുണ്ട്. DX അത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എന്തായാലും അങ്ങനെ മാർക്ക് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ 82 വരെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ഓക്കെ,
83 മാർക്ക് ചെയ്യേണ്ടതാണ് ഡയഗ്നോസിസ്. ഇപ്പൊ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ഡയഗ്നോസിസ് എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോം ആയിട്ടുള്ള DX ആണ്. നോട്ട് ചെയ്യുക, DX. അതിലും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള ടിയും സ്മോൾ ലെറ്റർ ആയിട്ട് എക്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഡയഗ്നോസിസ് രോഗനിർണയവുമായി ബന്ധപ്പെട്ടാണ് ആ അബ്രിവേഷൻ വരുന്നത്. അത് നോട്ട് ചെയ്യാം. ദെൻ അടുത്തത് നോട്ട് ചെയ്യേണ്ടതാണ് ECG. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ. ായി ബന്ധപ്പെട്ട് ECG എടുക്കുന്നത് അതിന്റെ അത് നമ്മൾ പഠിച്ചു പോയേക്കുന്നതാണ് ECG. ED അതും അറിയാവുന്നതാണ് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിനൊക്കെ നമ്മൾ മറ്റു പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED എന്നൊക്കെ അല്ലെ. അത് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ 3 പോയിന്റും നോട്ട് ചെയ്യുക. 83, 84 ആൻഡ് 85. അല്ലേ, നോട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് EDC? EDC എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. EEG. EEG എന്ന് പറയുമ്പോൾ എന്താണ് EEG എന്ന് പറയുമ്പോൾ ഇലക്ട്രോ എൻസൈക്ലോഗ്രാം അല്ലെ. ഇലക്ട്രോ എൻസൈക്ലോഗ്രാം. EG നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫോർ എക്സാമ്പിൾ അല്ലെ. EKG. EKG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാമിന് ഇപ്പൊ 2 രീതിയിലുണ്ട്, ECG ആൻഡ് EKG. ENT അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ENT അത് നോട്ട് ചെയ്യുക. ENT എന്താണ്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. അബ്രിവേഷൻ എപ്പോഴും ENT ഡോക്ടർ എന്നാണ് വിശേഷിപ്പിക്കാറ് അല്ലെ. നമ്മൾ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാറില്ല, ENT ഡോക്ടർ അല്ലെ. ENT സ്പെഷ്യലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അത് നോട്ട് ചെയ്യാം. ER. ER എന്ന് പറയുമ്പോൾ എമർജൻസി റൂം അല്ലെ. ER എന്ന് പറയുമ്പോൾ എമർജൻസി റൂം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ED വിശേഷിപ്പിച്ചെങ്കിൽ എമർജൻസി റൂമിന് ER അല്ലെ. ഓക്കെ, അത് നോട്ട് ചെയ്യാം. 19, 91 നോട്ട് ചെയ്യാം. ET ഇതെല്ലാം അറിയാവുന്നതാണ്. ET എൻഡോട്രേക്കൽ ട്യൂബ് അല്ലെ. അതും നോട്ട് ചെയ്യാം. എൻഡോട്രേക്കൽ ട്യൂബിനെ കുറിച്ചിട്ട് നമ്മൾ വെന്റിലേറ്ററിലൊക്കെ അല്ലെ മിക്കവാറും ഇതിലൊക്കെ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എൻഡോട്രേക്കൽ ട്യൂബ് ET. ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഇതാണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ETOH. ETA ഓക്കെ ശ്രദ്ധിക്കാം. ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഓക്കെ. ETOH. ETOH ഇഥൈൽ ആൽക്കഹോൾ. ഇഥൈൽ ആൽക്കഹോൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി പറയാം. ലാസ്റ്റ് ടൈം ആ പേജ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി പറയാം. ETT. ETT എന്ന് പറയുന്നത് എൻഡോട്രേക്കൽ ട്യൂബ് തന്നെയാണ്. നമ്മൾ നോട്ട് ചെയ്തതാണ് എൻഡോട്രേക്കൽ ട്യൂബ് ET. അതേമാതിരി തന്നെ ETT. ഡിഗ്രി ഓഫ് എഫ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഈ പേജില് നമ്മൾ അപ്പോ ETT, ETയും ഒക്കെ സെയിം കാറ്റഗറൈസ് ചെയ്ത് നോട്ട് ചെയ്യേണ്ടതാണ്. ETTയും ETയും അതായത് 92 and 95. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക ഏതൊക്കെ പോയിന്റ് ആണ് നോട്ട് ചെയ്തെന്ന് പറയാം. 83 DX ഡയഗ്നോസിസ്. 84 ECG എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. 85 ED എന്നുള്ളത് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. 90 എന്ന് പറയുന്നത് ENT ഇയർ, നോസ് ആൻഡ് ത്രോട്ട്.
ET, endotracheal tube. അതിനോടൊപ്പം തന്നെ എന്താണ് എമർജൻസി റൂമും നോട്ട് ചെയ്യാം. എമർജൻസി റൂമും ഏതാണ്? ER. ENTക്ക് ശേഷം ER നോട്ട് ചെയ്യുക. എമർജൻസി റൂം. ETT എന്ന് പറയുമ്പോൾ endotracheal ട്യൂബ് തന്നെയാണ്. അത് നോട്ട് ചെയ്യാം. ക്ലിയറാണോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത പേജിലേക്ക് പോകാം. FiO2 fraction of inspired oxygen. Okay, അത് ഓക്സിജന്റെ ഫ്രാക്ചറേഷൻ ആണ്. Then 98 FBS എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷുഗർ ഒക്കെ ഉള്ള പേഷ്യന്റ് അല്ലെ, ഫാസ്റ്റിംഗ് ഷുഗർ, ബ്ലഡ് ഷുഗർ ആണ് നമ്മൾ എപ്പോഴും എന്താണ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിർദ്ദേശിക്കാറ്. FE എന്ന് പറയുന്നത് അയൺ. FE എന്ന് പറയുന്നത് അയൺ ആണ്. നെക്സ്റ്റ് നോട്ട് ചെയ്യാം എന്താണ് 100 FHR. FHR ഫെറ്റൽ ഹെർട്ട് റേറ്റ്. ഫെറ്റൽ ഹെർട്ട് റേറ്റ് ലേബർ റൂമിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫെറ്റൽ ഹെർട്ട് റേറ്റ് FHR. FHT എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക എന്താണ്? ഫെറ്റൽ ഹെർട്ട് ടോൺസ്, അതായത് കുട്ടിയുടെ അനക്കം അല്ലെ. ഫെറ്റൽ ഹെർട്ട് ടോൺസ്. ഓക്കെ, FHR നോട്ട് ചെയ്യാം. FHTയും നോട്ട് ചെയ്യാം. ഫെറ്റൽ ഹെർട്ട് റേറ്റ് ആൻഡ് ഫെറ്റൽ ഹെർട്ട് ടോൺസ്. FHX എന്താണ്? FHX എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി. തന്നെ FL എന്ന് പറയുന്നത് ഹെമറ്റോലിറ്റർ. FL എന്ന് പറയുന്നത് ഫ്ലൂയിഡ്. FLD എന്ന് പറയുന്നത് ഫ്ലൂയിഡ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലെ. ഫ്ലൂയിഡ് എന്നൊക്കെ പറയുമ്പോൾ ദ്രാവകങ്ങൾ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ദ്രവ്യങ്ങളുണ്ട്. നെക്സ്റ്റ് എന്താണ്? FSH. എന്താണ് FSH? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. FX എന്ന് പറയുന്നത് ഫ്രാക്ചർ. അതായത് നമ്മളിപ്പോ എല്ലിന്റെ ഡോക്ടർ ഒക്കെ ആണെങ്കിൽ FX ആയിരിക്കും ഇങ്ങനെ ഫ്രാക്ചറുകൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അത് നോട്ട് ചെയ്യുന്നു. G എന്ന് പറയുമ്പോൾ ഗ്രാമ. GB എന്ന് പറയുമ്പോൾ ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡർ. GI എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ. GI എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ. ഓക്കെ. GM എന്ന് പറയുമ്പോൾ ഗ്രാം. G എന്ന് പറഞ്ഞാലും GM എന്ന് പറയുമ്പോഴും ഗ്രാം തന്നെയാണ്. അതേസമയം GR എന്ന് പറയുമ്പോൾ ഗ്രീൻ. GSW ഗൺഷോട്ട് വൂണ്ട്. ഗൺഷോട്ട് വൂണ്ട്. GTT എന്ന് പറയുമ്പോൾ ഡ്രോപ്സ്. GTT എന്ന് പറയുമ്പോൾ ഡ്രോപ്സ്. GTT അത് നോട്ട് ചെയ്യേണ്ടതാണ്. 115 നോട്ട് ചെയ്യാം. GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. GSW ഗൺഷോട്ട് വൂണ്ട്. നമ്മള് മറ്റേതില് പഠിച്ചിട്ടുണ്ട് അല്ലെ, വേറെ ഇതില് പഠിച്ചിട്ടുണ്ട്. എന്താണ് വ്യക്തിയുടെ ഇതിനെ കുറിച്ചിട്ട്. അതെല്ലാം GSW ആണ്. ഓക്കെ. എന്താണ് അവിടെ പറയുന്നത്? GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. GU എന്ന് പറയുന്നത് ജെനിയോറ്റോ യൂറിനറി. ജെനിയോറ്റോ യൂറിനറി. ജസ്റ്റ് അബ്രിവേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ബൈഹാർട്ടൊന്നും പഠിക്കാതിരുന്നാൽ നിങ്ങളും പഠിച്ച് തീരൊന്നുമില്ല, പറയാതിരുന്നാൽ തീരെയുമില്ല അല്ലെ. അപ്പൊ ജസ്റ്റ് ചിലത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. GYN നമുക്കറിയാവുന്നതാണ്, ഗൈനക്കോളജി. അതും ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. GYN അബ്രിവേഷൻ ആയിട്ടൊക്കെ ചോദിക്കാനായിട്ട്
ചോദിച്ച് കാണാറുള്ളതാണ്. GYN ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗൈനക്കോളജി എന്നുള്ളത്. Then H എന്ന് പറയുന്നത് അറിയാം, അവർ. Then capital letter H with bracket ആണെങ്കിൽ ഹൈപ്പോട്രീമിക്. Then എന്താണ് H എന്ന് പറയുന്നത്? ഹൈപ്പോട്രീമിക്. ഓക്കെ. അപ്പോ ഈ പേജിൽ ആകെ 4 ഇതാണ് എന്താണ് നോട്ട് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞത്. FHR fetal heart rate, FHT fetal heart tones, then GTT glucose tolerance test, then എന്താണ് GYN gynecology. ഓക്കെ ആണോ? നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, 2 ക്യാപിറ്റൽ ലെറ്റർ എച്ചുകളാണ് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എച്ച്. എന്താണ്? ഹിമോഗ്ലോബിൻ ആൻഡ് ഹിമോട്രോണിക്. ഞാൻ 2 പേജസ് ആണ് എടുത്തത്. അതില് നോട്ട് ചെയ്യാൻ പറഞ്ഞത് നോടി നോക്കാം. ഷൈൻ വേസ്റ്റ് ആകേണ്ട പിന്നെ അധികം ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ? ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, ഇവിടെ എച്ച് ആൻഡ് എച്ച്, hemoglobin and hematocrit. Then H and P, history and physical. H and P എന്ന് പറയുമ്പോൾ history and physical. Then എന്താണ്? H or A ഹെഡേക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. Then HB എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ. അത് നോട്ട് ചെയ്യാം. അത് നമുക്കറിയാവുന്നതാണ് അല്ലേ? എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ളതാണ് നിങ്ങളോട് ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നത്. HB എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ. H ക്യാപിറ്റൽ ലെറ്റർ, then B സ്മോൾ ലെറ്റർ. ഓക്കെ, ഇതെന്താണ്? HCT ഹീമോഗ്ലോബിൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് എത്രത്തോളം HB ഉണ്ടെന്നുള്ളതൊക്കെ. Then HCT എന്ന് പറയുന്നത് എന്താണ്? ഹെമറ്റോക്രൈറ്റ്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഹെമറ്റോക്രൈറ്റ്. Then HG എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് മെർക്കുറി. അത് ഒന്ന് നോട്ട് ചെയ്യുക, HG. Then HGB, അതും ഹീമോഗ്ലോബിൻ തന്നെയാണ്. അപ്പൊ HGB എന്ന് പറയുന്നതും HB എന്ന് പറയുന്നതും ഒന്ന് നോട്ട് ചെയ്യുക. 2 രീതിയിൽ ഓപ്ഷൻ വന്നാലും മനസ്സിലാക്കാം ഹീമോഗ്ലോബിൻ തന്നെയാണ്. HB എന്ന് പറഞ്ഞാലും HGB എന്ന് പറഞ്ഞാലും അത് രണ്ടും ജിയും ബിയും സ്മോൾ ലെറ്റർ ആണ്. അടുത്തത് എന്താണ്? HH. ഇതാണ് ഹൈറ്റൽ ഹെർണിയ. HIV, ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് HIV പേഷ്യൻസ് എന്നൊക്കെ പറയുന്ന മാത്രമേ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. Then H2O വാട്ടർ. HIV-യും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. HIV പേഷ്യൻസ് അല്ലെ, ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഓരോ ഡിസീസസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ HIV എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്തേര്. ഓക്കെ, then H2 എന്ന് പറയുന്നത് വാട്ടർ. then H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. then HBI history of a present illness. HBI history of a present illness. അത് ഒന്ന് നോട്ട് ചെയ്തേരെ. HBI അവര് ചിലപ്പോഴൊക്കെ
പ്രസന്റ് നിലവിലെ ഇൽനെസിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ HPI എന്നുള്ള ഒരു ചെറിയ അബ്രിവേഷനിലായിരിക്കും നോട്ട് ചെയ്യുന്നത്. എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. തന്നെ HR എന്ന് പറയുന്നത് അവർ HS at bedtime. HS at bedtime. Then HTN hypertension. HTN hypertension. HX history. HX history. Then HZ hertz. ഒക്കെ ഓരോ ഇതുകളാണ്, യൂണിറ്റുകളൊക്കെയാണ് അല്ലെ. HS hertz. Then I and O. I and O intake and output. I and O intake and output. Then IC intracardiac inspiratory capacity irritable colon. Then 140 by the ICP intertracheal pressure. Then ICU note ചെയ്യാം. നമുക്കറിയാവുന്നതാണ് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് നോട്ട് ചെയ്യാം. IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. നമുക്കറിയാം അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ അല്ലെ, അവിടെ കൃത്യമായിട്ട് IDDM എന്നുള്ള അബ്രിവേഷൻ ആണ്. IM ഇൻട്രാമസ്കുലർ. IM-നെ വിശേഷിപ്പിക്കുന്നത് ഇൻട്രാമസ്കുലർ. നമ്മള് വെയിനിലേക്ക് കൂടെ ഒക്കെ ഇത് കൊടുക്കുന്നത് IM. അതും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. IM ഇൻട്രാമസ്കുലർ. അപ്പൊ ഏതൊക്കെ പോയിന്റാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്? HB നോട്ട് ചെയ്യാം. അതേമാതിരി തന്നെ HPV നോട്ട് ചെയ്യാം. HGB അല്ലെ, HB ആൻഡ് HG. നോക്കാം. HB ഹിമോഗ്ലോബിന്, HG മെർക്കുറി, HGB ഹിമോഗ്ലോബിന് അല്ലെ. ആ മൂന്നെണ്ണം നിങ്ങൾ നോട്ട് ചെയ്യാം. അതിനുശേഷം HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. IM ഇതാണ് ഇൻട്രാമസ്കുലർ. ഓക്കെ ആണോ? HPI പറഞ്ഞല്ലോ. HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ് അല്ലെ. ഓക്കെ സോറി. HBI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. അതും നോട്ട് ചെയ്യും. HBI ഓക്കെ പറഞ്ഞു ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. ഓക്കെ ആണോ? ആണ്. 141 ആൻഡ് 143. ഓക്കെ. അടുത്തത് 144 IO. IO എന്ന് പറയുന്നത് ഇൻട്രാസിയസ് ആണ് IO.
Then IPBB. Okay, IPBB ആണ് intermittent positive pressure breathing. പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് അല്ലെ, അത് ശ്വസനമർദ്ദമൊക്കെ ആയിട്ട് സൂചിപ്പിക്കുന്നത് അബ്രിവേഷൻ ആണ് IPB. IPBB. IUP ഇതാണ് ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്, അതായത് ഗർഭപരിശോധനാത്തരത്തിലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്. ദെൻ IV, അതിനോട്ട് ചെയ്യുക IV ഇൻട്രാവേനിയസ്. ഞരമ്പില് ഇവിടെ നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചേക്കുന്നതാണ് ട്രാൻസ്പ്ലോർട്ടേഷനിലൊക്കെ ഇൻട്രാവേനിയസ്. ദെൻ JVD, ഇതാണ് ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. ഇതാണ് ഡിസ്റ്റൻഷൻ, ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. ഇതൊക്കെ കഴുത്തിലെ ഞരമ്പുമായി ബന്ധപ്പെട്ടൊക്കെയാണ് JVD എന്ന് പറയുന്നത്. Then K plus potassium, അതേമാതിരി തന്നെ KCI പൊട്ടാസ്യം ക്ലോറൈഡ്, kg എന്ന് പറയുമ്പോൾ കിലോഗ്രാം. Then KUP, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. KUB കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. അത് മൂന്നും കൂടി എന്താണ് ഒന്നിച്ച് അബ്രിവേറ്റ് ചെയ്ത് പറയുന്നതാണ് KUB. Then KVO, keep vein open. Keep vein open, അത് നോട്ട് ചെയ്യുക. KVO, keep vein open, അതായത് വെയിനൊക്കെ ഓപ്പൺ ചെയ്യുന്നത് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കീപ്പ് വെയിൻ ഓപ്പൺ ആ ഒരു അപ്ലിക്കേഷനിലാണ്, അത് നോട്ട് ചെയ്യുക. Then L എന്ന് പറയുന്നത് ലിറ്റർ. ലിറ്ററും നോട്ട് ചെയ്തേക്കാം, സിമ്പിൾ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. Then KVO, keep vein open. Okay. Then LAC എന്ന് പറയുമ്പോൾ നോക്കാം, ലാസ്റ്റേഷന് ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളനോട്രോമി. Okay, LAC. Okay. Then LBS എന്ന് പറയുമ്പോൾ ഫോണ്ട്. തന്നെ വേണ്ട എന്താണ് LE എന്ന് പറയുന്നത് ലോവർ എക്സ്ട്രിമിറ്റി ലെഫ്റ്റ് ഐ ലംസ്. പിന്നെ എറിത്രോമറ്റസ്, എന്താണ് എറിത്രോമറ്റസ്, എന്താണ് ലോവർ എക്സ്ട്രിമിറ്റി ലെഫ്റ്റ് ഐ ലുംബസ് എറിത്രോമറ്റസ്. Then LLL, ഇതൊന്നും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടതില്ല. നമുക്ക് LLL ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. ഇതൊക്കെ ശ്വാസകോശത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവേശനമാണ്. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. Then LLU എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലോവർ കാർഡൻ ഓഫ് ദ അബ്ഡോമൻ, അതായത് അടിവയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അബ്രിവേഷനാണ്. Then LRM, liters per minute. LRM, liters per minute. LMP നോട്ട് ചെയ്യാം. LMP ലാസ്റ്റ് മെൻസ്ട്രിയൽ പീരീഡ്. എന്താണ്
ഗൈനക്കോളജി വിഭാഗങ്ങളിലൊക്കെ നോട്ട് ചെയ്യുന്നതാണ് അല്ലെ. LMV ഡേറ്റ്, ലാസ്റ്റ് മെൻസ്ട്രിയൽ പീരീഡ്. LOC എന്ന് പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് നമുക്കറിയാം, അത് നോട്ട് ചെയ്യുക. LOC എന്നുവെച്ചാൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അബോധാവസ്ഥ, ബോധാവസ്ഥ, അനസ്തേഷ്യ വിഭാഗമൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് LOC, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. Then LPM, liter per minute. LPM, liters per minute. Then LPN, അത് നോട്ട് ചെയ്യേണ്ടതാണ്. ലൈസൻസ്ഡ് പ്രാക്ടീഷണർ നഴ്സസ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്, അത് നോട്ട് ചെയ്യേണ്ടതാണ്. LPN. എല്ലാവരും പറയുന്നത് ലാക്റ്റേഡ് റിംഗേഴ്സ്. ഓക്കെ, അതില് പ്രധാനമായിട്ടും ഈ പേജിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞത് IV ആണ്. ഫസ്റ്റ് വൺ IV ഇൻട്രാവീനസ്. ദെൻ പറഞ്ഞത് KUP അല്ലെ, കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. ദെൻ KVO, കീപ്പ് വെയിൻ ഓപ്പൺ. ദെൻ ലിറ്റർ L. Then LMB, last menstrual period. Then LOC, level of consciousness, loss of consciousness. Then LPN, licensed practical nurses. And 54 കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യണത് 161 LMPM, LOC 162, then 164 LPN. ലാക്റ്റേഡ് റിംഗേഴ്സ് കഴിഞ്ഞാല് അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ ആണോ? അടുത്തത് LSD, ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ് അല്ലെ, ഡൈഥൈലമൈഡ്, ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ്. മെഡിസിൻ തന്നെയാണ്. അതായത് ഒന്നുകൂടി നോക്കാം. ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ്, അതായത് ഒരു മെഡിസിൻ നോക്കാം. LSD എന്ന് പറയുന്നത് ലൈസർജിക് ആസിഡ് എന്താണ് ഡൈഥൈലമൈഡ് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഇതൊരു മെഡിസിൻ ആണ്. ചുറ്റുമുള്ള ലോകത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും അബോധാവസ്ഥയിലേക്ക് വരുന്ന, നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാതിരിക്കുന്ന ബെറ്റർ അല്ലെ, ഉള്ളത് എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലും വലിയ വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് അബ്രിവേഷൻ ചുരുക്കി പറയുന്നത്. LSD ആണ് ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ്. LUL എന്ന് പറയുന്നത് ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്, ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്.
അതും ഇങ്ങനെ തന്നെയാണ് ശ്വാസകോശത്തിന്റെ അകത്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനുള്ള ഒരു ചെറിയ അബ്രിവേഷൻ ആണ് LUL. Then LUQ, left upper lobe of the lung. Left upper lobe of the lung. അടുത്തത് 169 LVN. LVN എന്ന് പറയുന്നത് ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. LVN, ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. M എന്ന് പറയുമ്പോൾ മീറ്റർ. MAE എന്ന് പറയുമ്പോൾ മൂവ് ഓൾ എക്സ്ട്രീമിറ്റീസ്. Move all extremities. Move all extremities. MAE. MAEW എന്ന് പറയുന്നത് move all എന്താണ് extremities. Moves all extremities. Same തന്നെയാണ്. Then MAP. അത് നോട്ട് ചെയ്യാം. MAP നോട്ട് ചെയ്യാം. എന്താണ് മീൻ ആർട്ടിയൽ പ്രഷർ. ആർട്ടിയൽ പ്രഷർ അല്ലെ, ധമനികളിലെ മർദ്ദത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മീൻ ആർട്ടിയൽ പ്രഷർ. MCG മൈക്രോഗ്രാം, അതും നോട്ട് ചെയ്യാം. MCG മൈക്രോഗ്രാം ഒരു ലേബൽ ചിഹ്നമാണ് അല്ലെ. മൈക്രോഗ്രാം എന്നൊക്കെ പറയുന്നത് അതിന്റെ യൂണിറ്റ് ചിഹ്നമാണ്. then MCL രണ്ടെണ്ണം നോട്ട് ചെയ്യാൻ പറഞ്ഞു. MAPയും MCGയും. Okay, next MCL. That's mid clavicular line modified chest lead. That's mid clavicular line modified chest lead. അതായത് പരിഷ്കരിച്ച ചെസ്റ്റിലെ ലെഡിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അബ്രിവേഷൻ ആണത് MCL. MEQ ഇപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കൂടിയാണ് അത്. MCL എന്നുള്ളതും നോട്ട് ചെയ്യേണ്ടതാണ്. അത് മൂന്നും നോട്ട് ചെയ്യുക. MAPയും MCGയും MCLയും. ഓക്കെ ആണോ? മൂന്ന് നോട്ട് ചെയ്തില്ലേ? Okay. 173 and 74 and 75. Okay, ഒന്നുകൂടി നോക്കാം. MAP. MAP എന്ന് പറയുമ്പോൾ മെയിൻ ആർട്ടറിയൽ പ്രഷർ. മെയിൻ ആർട്ടറിയൽ പ്രഷർ. അതായത് ആർട്ടറിയൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മർദ്ദം, ധമനികളിലെ മർദ്ദത്തിനെ കുറിച്ചിട്ടാണ് അവിടെ ഒരു ചെറിയ അബ്രിവേഷൻ കൊടുക്കുന്നത്. MAP. Then MCG. ഇതാണ് മൈക്രോഗ്രാം. MCG എന്ന് പറയുന്നത് മൈക്രോഗ്രാം, അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. then എന്താണ്, അതൊരു യൂണിറ്റ് ആണ് അല്ലെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. MCL എന്ന് പറയുന്നത് എന്താണ്, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലെഡ്. മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലെഡ്, അതായത് ചെസ്റ്റിൽ പുതിയതായിട്ട് അല്ലെ ഉള്ള സ്ഥിരീകരിച്ചിരിക്കുന്ന ലെഡിന്റെ അതിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഒരു ചെറിയ അബ്രിവേഷൻ ഉള്ളതാണ് MCL. ആവിഷ്കരിച്ച ചെസ്റ്റ് ലെഡുമായി ബന്ധപ്പെട്ടാണ് MCL നോട്ടിഫൈ ചെയ്തിട്ടായിരിക്കും അവര് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. Okay, clear ആയോ? 173, 74, 75. 173, 74, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75. 174, 75
then MEQ, M small letter, E capital letter, then Q. That's milliequivalent. Milliequivalent. അതായത് മൈക്രോഗ്രാം അല്ലെ, milliequivalent എന്ന് പറയുന്നത് മൈക്രോഗ്രാമിന് തന്നെയാണ്. mg എന്ന് പറയുന്നത് മില്ലിഗ്രാം ആണ്. അതൊക്കെ നമുക്കറിയാം, ഒരു യൂണിറ്റ് നെയിമുകളാണ് അല്ലെ. then MI എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. then MICU, അത് നോട്ട് ചെയ്യുക. MICU. MICU പറയുന്നത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. താഴെയുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. മിനിറ്റിന് MIN, then M capital letter L milliliter, then രണ്ട് സ്മോൾ ലെറ്റർ M ആവുമ്പോൾ millimeter. MMHG എന്ന് പറയുമ്പോൾ millimeters of mercury. HG എന്ന് പറയുമ്പോൾ മെർക്കുറി ആണ്. അപ്പൊ MM ഉം HG യും ആവുമ്പോൾ millimeters of mercury. യാണോ? MRI നമ്മൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ. MRI സ്കാനിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊത്തത്തിൽ അല്ലെ. ഒരു സ്കാനിങ് ആണ്. എന്താണ് അതില്? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. magnetic resonance image. Then MS, morphine sulfate, multiple scleroid, sclerosis. Then morphine sulfate, multiple sclerosis, MS. Then MS04, morphine sulfate. MVA, motor vehicle accident. MVA നോട്ട് ചെയ്യേണ്ടതാണ്. ethical and legal ഒക്കെ ഉണ്ട് അല്ലെ. MVA, motor vehicle accident. MVA, motor vehicle accident. MVC, motor vehicle crash. അപകടം തന്നെയാണ് അല്ലെ. motor vehicle crash. അത് രണ്ടും നോട്ട് ചെയ്യാം. MVA and MVC. MVA എന്ന് പറഞ്ഞാലും MVC എന്ന് പറയുമ്പോഴും motor vehicle accident or motor vehicle crash. ഓക്കെ ആണോ? ഈ പേജിൽ ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? MAP അല്ലെ, മെയിൻ ആക്സിയൽ പ്രഷർ. then NCG, LUN പറഞ്ഞോ ഞാൻ ഹലോ. ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കാം. MAP,
MAP mean arterial pressure note ചെയ്യാം. MCG microgram, then MCL. Okay. Then എന്താണ് MICU? MICU mobile intensive care unit, medical intensive care unit. Then MRI scan, അല്ലെ MRI magnetic resonance image, magnetic resonance image. Then MVA, motor vehicle accident, motor vehicle accident. Then MVC, motor vehicle crash, motor vehicle crash. Okay അല്ലേ? സന്തോഷമുണ്ടോ? ഒന്നുകൂടി പറയാം. എന്താണ് 173 MAP, 173 MAP, atrial pressure, അല്ലെ mean arterial pressure. പിന്നെ അതേമാതിരി തന്നെ MCG microgram. Then 175 MCL, clavicular line modified chest length. Then MICU, mobile intensive care unit, medical intensive care unit. Then MRI, magnetic resonance image. Then MVA, motor vehicle accident. MVC, motor vehicle crash. ആണോ? നമുക്ക് എടുത്തോളം വരെ ഒന്നുകൂടി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കാം. ഒന്ന് എടുത്തത് അവിടെ പറയാൻ അത്യാവശ്യം പേജസ് ഒക്കെ കുറെ ഇത് പോയിട്ടില്ലേ? നമ്പർ പറഞ്ഞാൽ മതി. ഓക്കെ, 83 DX, 84 ECG, then 85 ED, emergency department, then 90 ENT, ear nose throat, okay, 91 ER, 95 ETT. Then 100 FHR, then 101 FHG, then 150 GTT, 117 GYN, gynecology. Then 124 HB, 126 HG, 129 HIV, 132 HPI, then 141 ICU, then 143 IM. Then 147 IV, 152 KUB, 153 KVO, 154 L, then 161 LMP, 162 LOC, and 164 LPN.
then 173 MAP, 174 NCG, 175 MCL, then 179 MICU, 184 MRI, 187 MVA, and 188 MVC. Okay or not? Okay or not? ബോറടിച്ച അബ്രിവേഷൻ പഠിച്ച് ബോറടിച്ച കുഴപ്പമില്ല. മൊത്തം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. എന്തായാലും ഒരുപാട് തലയിൽ ഉൾക്കൊള്ളിക്കണ്ട, കുറച്ച് പഠിക്കാം. എന്നാലും പക്ഷെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചെറുതാണെങ്കിലും എന്തെങ്കിലും അബ്രിവേഷൻസ് ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ആവശ്യമുള്ള കുറെ അബ്രിവേഷൻ ഒക്കെ ഉണ്ട് ഇല്ലേ? നമ്മളിപ്പോ കണ്ടുപോയപ്പോഴൊക്കെ അത് ആവശ്യം തോന്നിയില്ലേ? ഓക്കെ, ബാലൻസ് ഉള്ളത് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തന്നെ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും 152, 141 മാർക്ക്. ബാക്കി ഇത് കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് എടുക്കാം. താങ്ക് യു.